ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. അടുത്ത മാസം പാകിസ്ഥാനിലും UAE-യിലുമായിട്ട് നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമുകളെ പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ICCയുടെ ഇതുപോലെയുള്ള മെഗാ ടൂർണമെന്റുകളിലെല്ലാം തന്നെ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരു ടീമാണ് ഓസ്ട്രേലിയ. അത് ഏകദിന ലോകകപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഫോർമാറ്റുകളായിക്കോട്ടെ, എല്ലാത്തിനും തന്നെ വലിയ വിജയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ മൈറ്റി ഓസ്ട്രേലിയൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയുടെ ഒരു 15-അംഗ ടീമിനെ, പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാറ്റ് കമ്മിൻസ് ആണ് അവരുടെ നായകൻ. പക്ഷേ പാറ്റ് കമ്മിൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം അദ്ദേഹം ഒരു പാറ്റേണിറ്റി ലീവ് എടുത്തിരിക്കുകയാണ്. ശ്രീലങ്കയുമായിട്ടുള്ള 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര അദ്ദേഹം കളിക്കുന്നില്ല. അതിനുശേഷം ശ്രീലങ്കയുമായിട്ട് ഈ പരമ്പര കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഏകദിന മത്സരത്തിൽ കൂടെ ഓസ്ട്രേലിയ പങ്കെടുക്കുന്നുണ്ട്. അതൊരു വാമപ്പ് മാച്ച് പോലെയാണ് അവർ കാണുന്നത് ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുള്ള. പക്ഷേ ഈ പാറ്റേണിറ്റി ലീവ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹം ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി കളിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് സംഭവിച്ച വലിയൊരു പരിക്ക്, ആ പരിക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കളിച്ചത്. ആങ്കിൾ ഇഞ്ചുറിയാണ്, കാലിൽ വന്നിരിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ടീം അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം സബ് കോണ്ടിനെന്റ് കണ്ടീഷൻസിലേക്ക് കളിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത് പാകിസ്ഥാനിലും ദുബായിലുമായിട്ടാണല്ലോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വെന്യൂ എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. ഓസ്ട്രേലിയ അവരുടെ മത്സരങ്ങളെല്ലാം തന്നെ കളിക്കാൻ പോകുന്നത് പാകിസ്ഥാനിലായിരിക്കും. ഇനി സെമി ഫൈനലിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രമാണ്, ഇന്ത്യയുമായിട്ടുള്ള മത്സരങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ അവർക്ക് ദുബായിൽ കളിക്കേണ്ടതായിട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാ മത്സരങ്ങളും കളിക്കാൻ പോകുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ പ്രിഡോമിനന്റ്ലി ഒരു ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള വിക്കറ്റാണ്. മത്സരം പുരോഗമിക്കും തോറും ചിലപ്പോൾ സ്പിന്നിന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ 3 വെന്യൂസിലാണ് ഈ മത്സരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. റാവൽപിണ്ടി, കറാച്ചി, ലാഹോർ, ഈ 3 സ്റ്റേഡിയങ്ങളിലാണ് എല്ലാ മത്സരങ്ങളും. അതുകൊണ്ട് തന്നെ ഇത്രയും മത്സരങ്ങൾ കളിക്കുമ്പോൾ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം ഈ ഉപയോഗിച്ച പിച്ച് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. യൂസ്ഡ് പിച്ച് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ സ്പിന്നേഴ്സിന് അനുകൂലമായിട്ട് വരും. അപ്പോൾ ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു സ്പിന്നറിനെ വെച്ചിട്ടാണ് അവരിപ്പോൾ ഈ ടീം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആദം സാംബയാണ്. നമ്മൾ അവരുടെ ടീമിന്റെ ഒരു കോമ്പിനേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 5 പ്രധാനപ്പെട്ട ബാറ്റർമാരാണ് അവരുടെ ടീമിലുള്ളത്. ആ 5 ബാറ്റർമാർ എന്ന് പറയുന്നതിൽ പലരും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ബോർഡർ ഗവാസ്കർ ട്രോഫി കളിച്ചാണ്. സ്റ്റീവ് സ്മിത്ത്, ലാബുഷെയ്ൻ, ട്രാവിസ് ഹെഡ്, ഗ്ലെൻ മാക്സ്വെൽ ആൻഡ് മാറ്റ് ഷോട്ട്, ഇത്രയും പേരാണ് ഇതിൽ ഈ ബാറ്റർമാരായിട്ട് കളിക്കുന്നത്. പക്ഷേ ഇതിൽ പലരും ഓൾറൗണ്ടേഴ്സ് ആണ്. ഓൾറൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാവിസ് ഹെഡ് ആയിക്കോട്ടെ, മാക്സ്വെൽ ആയിക്കോട്ടെ, മാറ്റ് ഷോട്ട് ആയിക്കോട്ടെ, എല്ലാവരും ഓഫ് സ്പിൻ ബൗൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ടായിരിക്കണം മേ ബി അവർ ആഡം സാംബ എന്ന് പറയുന്ന ഒരേ ഒരു സ്പിന്നറിനെ വെച്ച് ഈ മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അവരുടെ ഈ മീഡിയം പേസ് ഓൾറൗണ്ടർമാരാണ്. 3 നല്ല മീഡിയം പേസ് ഓൾറൗണ്ടർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പുതുമുഖ താരമായിട്ടുള്ള ആരൻ ഹാഡി എന്ന് പറയുന്ന ഒരു താരത്തിനെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മിച്ചൽ മാർഷ് T20 അവരുടെ ക്യാപ്റ്റനാണ്, അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കസ് സ്റ്റോയിനിസ് ഡെഫിനറ്റ് ആയിട്ടും ലെവലിൽ കളിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ 3 മീഡിയം പേസ് ഓൾറൗണ്ടർമാരും ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാറ്റിംഗിൽ ഒരു 3 ഓസ്പിൻ ഓൾറൗണ്ടർമാരുമുണ്ട്. പിന്നെ ആദം സാംബയാണ് മറ്റൊരു സ്പിന്നർ. അപ്പോൾ ഇത്രത്തോളം ഓൾറൗണ്ടർമാരെ നിറച്ചുകൊണ്ടുള്ള ഒരു ടീമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം സബ് കോണ്ടിനെന്റ് കണ്ടീഷനിൽ കളിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലുള്ള മത്സരം വന്നാലും അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 മികച്ച പേസർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരും ഒരുമിച്ച് കളിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, നത്തൻ എല്ലിസ്, അതുപോലെ തന്നെ പരിക്കിന്റെ പിടിയിലുണ്ടായിരുന്ന ജോഷ് ഹേസിലുണ്ട്. ഈ 4 പേരാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള 2 വിക്കറ്റ് കീപ്പർമാരാണ്. അത് അലക്സ് കാരിയും ജോഷ് ഇംഗ്ലീഷുമായിരിക്കും. ജോഷ് ഇംഗ്ലീഷിനായിരിക്കും കൂടുതൽ സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു നല്ല ബാറ്റർ കൂടിയാണ്. ഏത് പൊസിഷനിൽ വേണമെങ്കിൽ ബാറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഓപ്പണിംഗിൽ വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം, മിഡിൽ ഓർഡറിൽ വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാറ്റർ കൂടി ആയതുകൊണ്ട് ഇംഗ്ലീഷിനായിരിക്കും കൂടുതൽ ചാൻസ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ ഏകദിന മത്സരങ്ങൾക്ക് പറ്റുന്ന ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടേത്. പ്രധാനപ്പെട്ട 2 ബാറ്റർമാരെന്ന് പറയുന്നത് ഒന്ന് സ്റ്റീവ് സ്മിത്തും മറ്റൊന്ന് ലാബുഷെയ്നുമാണ്. ഈ 2 പേരും തന്നെ നല്ല വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ കഴിവുള്ള താരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സ്പീരിയൻസും യൂത്തും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ടീമിനെയാണ് അവർ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപോലെ പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നതാണ് ICCയുടെ ഇതുപോലെയുള്ള ടൂർണമെന്റുകളിൽ വലിയ വിജയങ്ങൾ, വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെ നമുക്ക് നല്ലൊരു ടീമായിട്ട് തന്നെ വേണം കണക്കാക്കാനായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പ്രിലിമിനറി സ്ക്വാഡാണ്. ഇതിൽ പലർക്കും ഇഞ്ചുറി എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പാറ്റ് കമ്മിൻസിന്റെ ഇഞ്ചുറിയാണ് അവരെ അലട്ടുന്ന ഏറ്റവും
വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പാറ്റ് കമ്മിൻസിന്റെ ഒരു ബൗളിംഗും അത്യാവശ്യം ആ ഒരു ലോവർ മിഡിൽ ഓർഡറിലൊക്കെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി കഴിഞ്ഞാൽ, അദ്ദേഹം ഇഞ്ചുറി കാരണം കളിക്കാതിരുന്നാൽ അതിന് പകരം പറ്റുന്ന ഒരു താരത്തിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അതിന് പറ്റുന്ന ബാറ്റർമാരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ ബോളിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിൽ, ഈ സബ് കോണ്ടിനെന്റ് കണ്ടീഷൻസിൽ വളരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളർ കൂടിയാണ് പാറ്റ് കമ്മിൻസ്. നമ്മൾ കണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ നല്ല തിരിയുന്ന അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചിൽ അദ്ദേഹം മികച്ച രീതിയിൽ ഒരു ഓഫ് സ്പിന്നർ ബൗൾ ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹം വന്ന് ഫീൽഡ് സെറ്റ് ചെയ്തിട്ട് ബോൾ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടാകാൻ പോകുന്നത്. പല ടീമുകളും ആദ്യം കുറച്ച് മാച്ചുകളിലൊക്കെ നല്ല റൺസ് വരാൻ സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാനിലെ പിച്ചുകൾ എന്ന് പറയുന്നത്, എസ്പെഷ്യലി റാവൽപിണ്ടി, കറാച്ചി, ലാഹോർ എന്നൊക്കെ പറയുന്നത്, അവരുടെ ഈ PSL സ്കോറുകൾ നമ്മൾ പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഭയങ്കരമായിട്ട് റൺസ് വരുന്ന വെന്യൂസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ടീമിനെയാണ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ICCയുടെ ടൂർണമെന്റുകളിലെല്ലാം തന്നെ വലിയ വിജയം നേടാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും വലിയൊരു വിജയം നേടാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.